ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കണ്ടിന്യൂ ചെയ്യാണ്. ഒരുപാട് പ്രൊലോങ്ഡ് ആവുന്നില്ല, കാരണം സമയം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി അല്ലേ വെച്ചിട്ട് ഐ മൂവിങ് ഡയറക്റ്റ്ലി ടു ദ ടോപ്പിക്, റൈറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത്? നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇതായിരുന്നു, ഫ്യൂച്ചർ വാല്യൂ ആയിരുന്നു അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആനുവിറ്റി ഒരു ഫാക്ടറും കൂടിയും ഫ്യൂച്ചർ വാല്യൂവിൽ നമുക്ക് പഠിക്കാനുണ്ട്. വൺ മോർ ഫാക്ടർ ഇസ് ദെയർ ടു സ്റ്റഡി. ആ ഒരു ഫാക്ടറും കൂടി നമുക്ക് നോക്കാം എന്താന്ന് കേട്ടോ. അപ്പോൾ ലെറ്റ് us see the compound value of annuity due. ഇനി ഇതിൽ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ള ഒരു ഫാക്ടർ ഇതാണ്, ആനുവിറ്റി ഡ്യൂ. ആനുവിറ്റി ഡ്യൂ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഇതുവരെ ആനുവിറ്റിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒന്നും നമ്മളെല്ലാ ആനുവിറ്റിയും അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഒരു വർഷത്തെ അവസാനമായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. മനസ്സിലാവണമെങ്കിൽ ടേക്ക് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് സി. മുന്നത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കണം. അതായത് ഒരു വർഷത്തെ ആനുവിറ്റി, നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന്. അതായത് ഇപ്പോൾ നമ്മൾ ആനുവിറ്റി ഈച്ച് എമൗണ്ട് 5 rupees 5,000 ഇസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റൻസ് കാണും, റൈറ്റ്. അപ്പോൾ അത് നോർമൽ ആനുവിറ്റിയാണ്. ഇവിടെ നമ്മൾ എങ്ങനെ വെച്ചാൽ ചില സമയത്ത് ബിഗിനിങ് ഓഫ് ദ ഇയർ എന്ന് പറയും. എൻഡ് ഓഫ് ദ ഇയർ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫിഗർ എടുക്കുക, ടേബിൾ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ചില സമയത്ത് അങ്ങനെയല്ല, ബിഗിനിങ് ഓഫ് ദ ഇയറിലാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്യാച്ചാൽ അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അപ്പം തന്നെ അടയ്ക്കണം അല്ലേ. പിന്നെ ബാക്കി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്, ഒരു വർഷത്തിൻ്റെ ബിഗിനിങ്ങിൽ അടയ്ക്കുക, അല്ലാതെ ഒരു വർഷത്തിൻ്റെ എൻഡിലല്ല. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ബിഗിനിങ്ങിൽ അടയ്ക്കുമ്പോൾ ഫോർമുലയ്ക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എപ്പോഴും നമുക്ക് ടേബിൾ വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കേസിൽ. കാരണം എന്താ വെച്ചാൽ ആനുവിറ്റി ഡ്യൂക്ക് വേറെ ടേബിളാണ്. പലപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്സിലോ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണതിലൊന്നും ആനുവിറ്റി ഡ്യൂ ടേബിൾ ഉണ്ടാവില്ല. ഇഫ് ആനുവിറ്റി ഡ്യൂ ടേബിൾ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, വൺ ടൈം മൾട്ടിപ്ലിക്കേഷനേ ഉള്ളൂ. പക്ഷേ ആനുവിറ്റി ഡ്യൂ എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സീരീസ് ഓഫ് പേയ്മെൻറ്റ് ബിഗിനിങ്ങിലാണെങ്കിൽ യു ഹാവ് വൺ ഫോർമുല ടു സ്റ്റഡി, ക്ലിയർ. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം, സീരീസ് ഓഫ് എൻഡിലാണെങ്കിൽ നമ്മൾ ഫോർമുല എന്താണെന്ന് പഠിച്ചിരുന്നില്ല. അപ്പോൾ സീരീസ് ഓഫ് പേയ്മെൻറ്റ് എൻഡിലാണെങ്കിൽ ശരിക്കുള്ള ഫോർമുല ഇതാണ്, ഇതുവരെയുള്ളൂ. അതായത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഇസ് ഈക്വൽ ടു ആനുവൽ എമൗണ്ട്. എത്രയാണ് ആനുവൽ എമൗണ്ട്? എ സ്റ്റാൻഡ്സ് ഫോർ ആനുവൽ എമൗണ്ട് ഇൻറ്റു 1+r. റേറ്റ് എത്രയാണ്? റേസ് ടു ദ പവർ n. എത്ര ഇയേഴ്സാണ്? -1 അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണെങ്കിൽ, ഡിവൈഡഡ് ബൈ r. ഈ 1 ഇവിടെ ആഡ് ചെയ്യണതുകൊണ്ട് നമ്മൾ അതിനെ ഇവിടുന്ന് കളയുകയാണ്, ക്ലിയർ. അപ്പോൾ നോർമൽ ആനുവിറ്റി ആണെങ്കിൽ നമുക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ ഫോർമുല. നമ്മൾ ആ ഫോർമുല ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ്, ഒരു വർഷത്തെ അവസാനമാണ് ഡെപ്പോസിറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷം നമുക്കറിയാം 5 വർഷമാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണത്? 4, 3, 2, 1, 0 അങ്ങനെ പറഞ്ഞിട്ടല്ലേ എടുക്കാം അല്ലേ. അപ്പോൾ ഒരു കൊല്ലം അവസാനമായതുകൊണ്ട് ആദ്യത്തെ ഇയറെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മൾട്ടിപ്ലയർ കുറവായിരിക്കും. ഇവിടെ നമുക്ക് അങ്ങനെയല്ല, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ആകുമ്പോൾ എങ്ങനെ വെച്ചാൽ അഡീഷണലി യു നീഡ് ടു കൺസിഡർ വൺ മോർ മൾട്ടിപ്ലയർ ഓർ വൺ മോർ ഫാക്ടർ. അതായത് ഒരിക്കലും ആ 5th ഇയറിൻ്റെ ബിഗിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ട് ₹1 ഇസ് ഈക്വൽ ടു ₹1 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം അതിൻ്റെ ബിഗിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ആ ഒരു വർഷം കഴിഞ്ഞ് ആ ഒരു വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ അതിനും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈസ് ഇറ്റ് ക്ലിയർ വാട്ട് ഐ എം സെയിങ്? അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നമ്മൾ ഒരു വട്ടം കൂടിയും ആ റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻറ്റു 1+r എന്നുള്ള ആ റേറ്റ് ഒരു തവണയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ ദിസ് പാർട്ട് ഇസ് ദ നോർമൽ പാർട്ട്. ഇതാണ് നമ്മൾ സാധാരണ ആനുവിറ്റിയുടെ പാർട്ട്. അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടി ഈ മൾട്ടിപ്ലയറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ആനുവിറ്റി ഡ്യൂ, ക്ലിയർ. അപ്പോൾ ബിഗിനിങ് ഓഫ് ദ ഇയറിൽ നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടുകയോ ബിഗിനിങ് ഓഫ് ദ ഇയറിൽ നമ്മൾ എന്തെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ
ദിസ് ഇസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നമുക്ക് വേണമെങ്കിൽ ഒരു 5000 ആണ് എമൗണ്ട്, 5000 ഇൻറ്റു ആനുവിറ്റി ഫാക്ടർ ടേബിൾ വാല്യൂ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആനുവിറ്റി ഡ്യൂയുടെ ടേബിൾ വാല്യൂ ഡിഫറെൻ്റ് ആണ്. ആ ടേബിൾ വാല്യൂ മിക്കപ്പോഴും നമ്മളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. ക്ലിയർ? നമുക്ക് പറ്റുവാണെങ്കിൽ ആ ടേബിൾ വാല്യൂ ഒരു കോപ്പി ഞാൻ എടുത്ത് കാണിച്ചു തരാം. വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ടേബിൾ വാല്യൂ, ആ ആനുവിറ്റി ഡ്യൂയുടെ ടേബിൾ വാല്യൂ വേറെയാണ്. അതിൽ ₹1 കൺസെപ്റ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടേബിളാണ്. അപ്പോൾ ആ ടേബിളിൽ കൃത്യമായിട്ട് 5 ഇയേഴ്സൊക്കെ നോക്കി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ആനുവിറ്റി ഡ്യൂ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വി വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോർമുലയിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നോർമൽ ആനുവിറ്റിയുടെ ഫോർമുല ഇതാണെന്ന് നോക്കിക്കോളൂ. A × 1 + R raised to the power n by -n divided by R. ഇതാണ് നോർമലിൻ്റെ ഫോർമുല. കോമ്പൗണ്ട് വാല്യൂ കേട്ടോ, ഐ എം സ്പീക്കിംഗ് അബൌട്ട് ദി ഫ്യൂച്ചർ വാല്യൂ. അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടിയും റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഒരു പ്രാവശ്യം കൂടി റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താ? നമുക്ക് ഒരു റേറ്റ് എക്സ്ട്രാ വരികയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ. അപ്പോൾ ശരിക്കും ഒരു കൊല്ലം കുറവാണ് വരുന്നത്. ഫസ്റ്റ് ഇയറിൻ്റെ എൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 വർഷം എടുക്കുള്ളൂ. സെക്കൻഡ് ഇയറിൻ്റെ എൻഡിൽ 3, 2, 1, 0 അങ്ങനെയല്ലേ. ഇവിടെ നേരെ തിരിച്ചായിരിക്കും. 5, 4, 3, 2, 1 ഇങ്ങനെയാവും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ആ ഒരു ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദർ വിൽ ബി ഡിഫറൻസ് ഇൻ ദ ആൻസർ, റൈറ്റ്? അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഫോർമുല എപ്പോഴും സാധാരണ രീതിയിൽ പഠിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ കോമ്പൗണ്ട് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂയുടെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. മിസ്റ്റർ കുമാർ deposits ₹5,000 at the beginning of each year for 5 years ബിഗിനിങ്ങിലാട്ടോ in a bank, and deposit earns a compound rate of 8%. Calculate the amount at the end of 5-year period. ക്ലിയർ? അപ്പോൾ കുമാറിൻ്റെ ഡെപ്പോസിറ്റാണ് 5000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇനി ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. സി വെൻ ഇറ്റ് ഇസ് ഡെപ്പോസിറ്റഡ്, നമ്മൾ എപ്പോഴാണ് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ബിഗിനിങ് ആണെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ദ ഫോർമുല. 5,000 ആണ് എമൗണ്ട്. അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഫോർമുലയിൽ. 5,000 ഇൻറ്റു 1 + 0.08, 8%നെ 0.08 ആക്കിയെന്നേ ഉള്ളൂ, റേസ് ടു ദ പവർ 5. ക്ലിയർ? അപ്പോൾ 1+ ചെയ്യണോണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒരു ബിഗ്ഗർ എമൗണ്ടിലേക്ക് ആയതുകൊണ്ടാണ് ഈ 1 ഇവിടെ മൈനസ് ചെയ്ത് കളയണത്. ക്ലിയർ? അത്രയേ ഉള്ളൂ അവിടെ. ഡിവൈഡഡ് ബൈ 0.08 ഇൻറ്റു ഒരു വട്ടം കൂടി നമ്മൾ ആ മൾട്ടിപ്ലയർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.08നെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. 8%നെ ചെയ്താലും മതി. 1 + 0.08 ചെയ്യണം. അപ്പോൾ 5 ഇയേഴ്സ് അല്ല, കൺസിഡറബിളി 6 ഇയേഴ്സാണ്. പക്ഷേ 6 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടേബിൾ വാല്യൂ 6 ഇയറിൻ്റെ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. കാരണം നമ്മൾ വേറെ ടേബിളാണ് നോക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ടേബിൾ എപ്പോഴും ആനുവിറ്റി എന്ന് പറഞ്ഞിട്ട് തരണ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തരുന്ന ടേബിൾ എന്താ വെച്ചാൽ എൻഡ് ഓഫ് ദ ഇയറിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ എത്രയാവും ₹1 മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളാണ് തരിക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു ടേബിൾ വെച്ച് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ വെൻ ഇറ്റ് ഈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ സ്റ്റിക്ക് ഓൺ ദ ഫോർമുല. ദിസ് ഇസ് ദ ആൻസർ. ഇനി ഇത് തന്നെ ചെയ്യാം. ആനുവിറ്റി ഡ്യൂ ടേബിൾ ഞാൻ നോക്കട്ടെ, നാളെ ആകുമ്പോഴേക്കും ഇഫ് പോസിബിൾ നെറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ വെച്ച് ചെയ്താലും യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. അപ്പോൾ ആനുവിറ്റി ഡ്യൂ നോർമൽ ആനുവിറ്റിയും രണ്ടും 2ആണ്. നോർമൽ ആനുവിറ്റി സ്റ്റാൻഡ്സ് ഫോർ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഓർ കളക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ. ഈ ഒരു ആനുവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ. ക്ലിയർ? ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ ഒരുവിധം നോക്കിക്കഴിഞ്ഞു. നൗ യു ആർ മൂവിങ് ടു ദ ഡിസ്കൗണ്ടിങ് ഓർ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്. അപ്പോൾ ആ ഒരു പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കിലേക്കാണ് നമ്മൾ നോക്കണത്. പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എൻഡ് ഓഫ് ദ പീരീഡിൽ എത്രയാന്ന് അല്ലേ? പക്ഷേ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയിൽ കിട്ടാൻ പോകുന്ന എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ. സോ ദിസ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ്
ഡിസ്കൗണ്ടിങ് ടെക്നിക്. ക്ലിയർ? അതിനെ ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. ദാറ്റ് മീൻസ് ഡിസ്കൗണ്ടിങ് ഇസ് എ റിവേഴ്സ് ഓഫ് കോമ്പൗണ്ടിങ്. അപ്പോൾ രണ്ട് രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യണത്. നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ഫ്യൂച്ചർ എമൗണ്ട്. അതായത് നമുക്ക് പറയാച്ച ഒരു ആനുവിറ്റി എന്ന് പറയില്ലേ, അതായത് ഭാവിയിൽ നമുക്ക് 5000 രൂപ കിട്ടുകയാണ്, 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇന്ന് നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വാട്ട് ഈസ് എ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദാറ്റ്. അപ്പോൾ ഒരു സിംഗിൾ എമൗണ്ട് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയാവാം, പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. റൈറ്റ്? സെയിം കൺസെപ്റ്റാണ്. നിങ്ങൾ പിന്നെ നെറ്റ് പ്രസൻറ്റ് വാല്യൂവും IRR ഒക്കെ പഠിച്ചുകൊണ്ട് ദിസ് വിൽ ബി വെരി ഈസി ഫോർ യു. പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക്. ക്വസ്റ്റ്യൻ നോക്കാം. Annuity received is 5,000 per annum. Calculate the present value of annuity received for 4 years if the discount is 6%. Annuity receive ചെയ്യണത് 5000 ആണ്. Present value of annuity received for 4 years if the discount is 6%. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ 5000 രൂപ എല്ലാ വർഷവും റിസീവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ വർഷവും റിസീവ് ചെയ്യണു. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ കോമ്പൗണ്ടിങ് ടെക്നിക്ക് പഠിക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാന്ന് പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ടിങ് ടെക്നിക്കിന് യു വിൽ ബി സ്റ്റാൻഡിങ് ഫോർ ഡിവിഷൻ. കാരണം എന്താ, നാളെ കിട്ടാൻ പോകുന്ന 5000-ന് ഇന്ന് 5000-നേക്കാളും കുറവുള്ള എമൗണ്ട് ആവും എന്നുള്ളത് ക്ലിയർ ആണ് നമുക്ക്, അല്ലേ? 5,000 if you are receiving tomorrow, what should be the amount that you should deposit today എന്നുള്ളത് ക്വസ്റ്റ്യൻ വന്നാൽ it will be less than 5,000. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ആണ് ടെക്നിക്ക് യൂസ് ചെയ്യണത്, അല്ലേ? നോർമൽ ഫോർമുല ഇതാണ്. 5,000 ഡിവൈഡഡ് ബൈ 1 + 0.06 പ്ലസ് 5,000 ഡിവൈഡ് ബൈ 1 + 0.06 റേസ് ടു 2. അപ്പോൾ ആനുറ്റി എമൗണ്ട് ഡിവൈഡഡ് ബൈ 1 + r റേസ് ടു ദ പവർ 1 പ്ലസ് a ഡിവൈഡഡ് ബൈ 1 + r റേസ് ടു ദ പവർ 2. ഇങ്ങനെയാണ് നോർമൽ ഫോർമുല വരിക. ഫോർമുലേനെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട, നമ്മളിവിടെ അതല്ല പഠിക്കണത്. യു ക്യാൻ ഗോ ഫോർ നോർമൽ പ്രസൻറ്റ് വാല്യൂ ടേബിൾ. പ്രസൻറ്റ് വാല്യൂ ടേബിളിനെ കൺസിഡർ ചെയ്യാം. പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ നമ്മൾ എടുക്കുന്ന മെത്തേഡ് ഇതാണ്. ഫസ്റ്റ് ഇയർ 5,000, ആദ്യത്തെ വർഷം 5,000, 6% എടുക്കുക. അവിടെയും നമ്മൾ ടേബിൾ ഇങ്ങനെയാവും കാണാം. ടേബിളിൻ്റെ ഇവിടെ പെർസെൻറ്റേജ് 5% ഇങ്ങനെ തന്നിട്ടുണ്ടാവും. താഴത്തേക്ക് 1, 2, 3 നമ്പർ ഓഫ് ഇയേഴ്സ് വിൽ ബി ഗിവൻ. അപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ 6% ഡിസ്കൗണ്ട് ഫാക്ടർ ഇവിടെ ഉണ്ടാവും. 6% ഡിസ്കൗണ്ട് ഫാക്ടർ ഫോർ ഫസ്റ്റ് ഇയർ എത്രയാണ് എമൗണ്ട് വരുന്നത് വെച്ചാൽ അതാണ് ഇത്. സെക്കൻഡ് ഇയറിൽ 6% എത്രയാവും, തേർഡ് ഇയറിൽ 6% എത്രയാവും, ആൻഡ് ഫോർ ദ ഫോർത്ത് ഇയർ വാട്ട് വിൽ ബി ഫോർ 6%. ഇങ്ങനെ 4 വർഷത്തെയും കണ്ടിന്യൂസ്ലി എഴുതാം. അതായത് ഇത് ഷോ ചെയ്യണത് എന്താ, ഈ 0.943 എന്ന് പറഞ്ഞ ടേബിളിൽ കിടക്കുന്ന വാല്യൂ എന്താ, അതും കൂടി ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. 1 രൂപയുടെ വാല്യൂ ആണ്. അതായത് നാളെ 1 രൂപ കിട്ടുകയാണ്. ആഫ്റ്റർ 1 ഇയർ, ഒരു ഇയറിൻ്റെ അല്ലേ തന്നിരിക്കുന്നത്. ആഫ്റ്റർ 1 ഇയർ യു ആർ ഗെറ്റിംഗ് ₹1. ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട പൈസ, ഇന്നത്തെ അതിൻ്റെ വാല്യൂ 94 പൈസയേ ഉള്ളൂ, 1 രൂപയുടെ വാല്യൂ. ക്ലിയർ? പ്രൊവൈഡഡ് യു ആർ ഗെറ്റിംഗ് 6% റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ടുഡേ ഇഫ് യു ഡെപ്പോസിറ്റ് 94 പൈസേ, ആഫ്റ്റർ 1 ഇയർ ഇഫ് യു ആർ ഗെറ്റിംഗ് 6% റേറ്റ് ഓഫ് റിട്ടേൺ ഇറ്റ് ബിക്കംസ് ₹1. ക്ലിയർ? അപ്പോൾ 1 രൂപ ഇത്രയാണെങ്കിൽ 5000 രൂപയുടെ എത്രയാവും, 5000 ഇൻറ്റു ദാറ്റ് 1. അതാണ് പ്രസൻറ്റ് വാല്യൂ ടേബിളിൻ്റെ ഇഫക്റ്റ്. രണ്ടാമത്തെ നോക്കൂ, 6% റേറ്റ് ഓഫ് റിട്ടേണിൽ 1 രൂപ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടണത്. അതിന് ഇന്ന് നമ്മൾ എത്ര രൂപയാണ് അതിൻ്റെ വാല്യൂ, 89 പൈസയേ ഉള്ളൂ. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് കിട്ടണ 1 രൂപയാണോ, 1 രൂപയ്ക്ക് വാല്യൂ കുറവല്ലേ? കാരണം ഇന്ന് അതിന് എത്ര പൈസയേ ഉള്ളൂ, യു ആർ ഗെറ്റിംഗ് ഓൺലി 89 പൈസ. അപ്പം അങ്ങനെയാണ് ടേബിൾ വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത്. 1 രൂപയുടെ ചേഞ്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ടേബിൾ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണത്.
നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടറാണ് യൂസ് ചെയ്യണത്, ഡിവിഷനാണ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞാലും പ്രസൻറ്റ് വാല്യൂ കാണുമ്പോഴും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണത്, ഫ്യൂച്ചർ വാല്യൂ കാണുമ്പോഴും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണത്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കാരണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണത്, ടേബിളിൽ നമ്മൾക്ക് ഈ എമൗണ്ട് തന്നിരിക്കുന്നത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണത്. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ വർഷം 5000 ആണ് പ്രസൻറ്റ് വാല്യൂ, ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്ക് കിട്ടി, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, പ്രസൻറ്റ് വാല്യൂ ആയി. ഇങ്ങനെ 4 വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഇതിനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളത്, NPV കാണാൻ. ഈ പ്രസൻറ്റ് വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ എമൗണ്ട്. NPV കാണുമ്പോൾ PVCI കാൽക്കുലേറ്റ് ചെയ്യില്ലേ, ആ PVCI നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. ക്ലിയർ? ഇവിടെ യൂണിഫോം ആണ് നമ്മളുടെ എമൗണ്ട്. യൂണിഫോം ആണ് എമൗണ്ട് വെച്ചാൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗോ ഫോർ ദ അതർ മെത്തേഡ്, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആന്വിറ്റി മെത്തേഡ് ഫോളോ ചെയ്യാം. ആന്വിറ്റി മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒരു പ്രാവശ്യം 5000 എടുത്താൽ മതി. അപ്പോഴും മനസ്സിലാക്കണം, അവിടെ ഒരു വർഷത്തെ അവസാനമാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ക്യാഷ് ഫ്ലോസ് യൂണിഫോമാണ്. ഈ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഫാക്ടർ, PV ആന്വിറ്റി ഫാക്ടർ എന്ന് മറ്റു വേറൊരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ ടേബിൾ എടുക്കുക. ആ ടേബിളിൽ നമ്മൾ 4ാമത്തെ വർഷം 6%, 6% 4 years, ഇത് രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്യണ എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് എടുക്കുക, മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് വൺസ്, യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. റൈറ്റ്? അപ്പോൾ 2 രീതിയിലും നമുക്ക് പ്രോബ്ലം ചെയ്യാം. 2 രീതിയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ 2 രീതിയിൽ റെഫർ ചെയ്യണ ടേബിൾ രണ്ടും രണ്ടാണ്. ഒന്ന് ഒരു രൂപയുടെ കോമ്പൗണ്ട് ചെയ്ത് ക്യുമുലേറ്റ് ചെയ്ത PV ഫാക്ടറാണ് തന്നിട്ടുള്ളത്. അതെപ്പോഴും ഒരു വലിയ ഫിഗർ ആയിരിക്കും. ഒരെണ്ണം അങ്ങനെയല്ല, 1 രൂപയുടെ മാറ്റം ഓരോ കൊല്ലത്തേക്കാണ് തന്നിട്ടുണ്ടാവുക. അതെപ്പോഴും ചെറിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ 2 രീതിയിലും പ്രോബ്ലം ചെയ്യാം. 2 രീതിയിൽ ആന്വിറ്റി ആണെങ്കിൽ പ്രിഫറബിൾ മെത്തേഡ് ഇസ് ദിസ്, ഈ മെത്തേഡാണ് പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ 5000 എടുത്താൽ മതി. ഇഫ് ഇറ്റ് ഇസ് ആന്വിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, ഫ്യൂച്ചർ വാല്യൂ കാണാം. ക്ലിയർ? ലെറ്റ് us go to the next question. For the following future cash flows, calculate the PV. നമ്മൾ PV ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രസൻറ്റ് വാല്യൂ അസ്യൂമിങ് ദ ടൈം വാല്യൂ ഓഫ് മണി 12%. ഭാവിയിലുള്ള ഫ്യൂച്ചർ ഫ്ലോസ് തന്നിട്ടുണ്ട്. 4 വർഷമുണ്ട്, 4 ഫ്ലോസ് തന്നിട്ടുണ്ട്. PV ഫാക്ടർ 4 ഫ്ലോസ് യൂണിഫോം ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. 4ഉം യൂണിഫോം അല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇയേഴ്സ് എഴുതുക, ക്യാഷ് ഫ്ലോ എഴുതുക, ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് എത്ര ശതമാനം, 12%. അപ്പോൾ ഉടൻ തന്നെ ടേബിൾ എടുക്കൂ. ടേബിളിൽ 12% റേറ്റ് എഴുതാം. PV ആ ലാസ്റ്റ് ടേബിളിൽ PV ക്യാഷ് ഫ്ലോസ് ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടണത് എന്താ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. ലെറ്റ് us മൂവ് ടു ദ ആൻസർ പാർട്ട്. ആൻസർ പാർട്ടിലേക്ക് നോക്കാം. സെയിം മെത്തേഡ് അല്ലേ ഫോളോ ചെയ്തിരിക്കണതെന്ന്. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ പാർട്ടിലേക്ക് പോകുമ്പോഴും ഈ സെയിം മെത്തേഡാണ്. ഇയർ ഇസ് ഗിവൻ, പ്രസൻറ്റ് വാല്യൂ ഇസ് ഗിവൻ, ഡിസ്കൗണ്ട് ഫാക്ടർ 12%, നോർമൽ ടേബിൾ റെഫർ ചെയ്യുക, ആന്വിറ്റി അല്ല, അതെല്ലാം കൂടി ആഡ് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോസ്. ടൈം വാല്യൂ ഓഫ് മണി ഇൻഡയറക്റ്റ്ലി നിങ്ങൾ പഠിച്ചതായതുകൊണ്ടാണ് എളുപ്പം. ഈ ഒരു മെത്തേഡ് പ്രിഫറബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇതല്ലാതെ ചെയ്ത് കാണിക്കാൻ വേറൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇല്ലസ്ട്രേഷൻ മെത്തേഡിലേക്ക് പോണത്. നിങ്ങൾക്കത് കൺവീനിയൻ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദ മെത്തേഡ്. ചെയ്ത് പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവേണ്ടതെന്ന് പ്രിഫർ ചെയ്യണു. ടൈം വാല്യൂ ഓഫ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലേക്ക് പോവാം. കാരണം ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി ക്ലിയർ ആണെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. സെൻഡ് എ മെസ്സേജ് അറ്റ് ടൈംസ് ദാറ്റ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാവേണ്ടതെന്നുള്ളത് ക്ലിയർ ചെയ്യുക. Okay, thank you. We'll meet in the next class. Until then, bye.